ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചനം നിയമാവർത്തനം 28:1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. സ്നേഹമുള്ളവരെ, തമ്പുരാൻ നൽകുന്ന വലിയ വാഗ്ദാനങ്ങളാണിത്. അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കാൻ ഒറ്റ കാര്യം മാത്രമേ തമ്പുരാൻ ആവശ്യപ്പെടുന്നുള്ളൂ: അവിടുത്തെ കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കുക എന്നത്. എന്താണ് ദൈവകൽപ്പനകൾ? നമുക്കൊന്ന് നോക്കാം. 1. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 2. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. 3. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4. മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5. കൊല്ലരുത്. 6. വ്യഭിചാരം ചെയ്യരുത്. 7. മോഷ്ടിക്കരുത്. 8. കള്ളസാക്ഷ്യം പറയരുത്. 9. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഈ 10 കൽപ്പനകളിൽ 2 കൽപ്പനകളായി സംഗ്രഹിക്കാം. 1. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ദൈവകൽപ്പനകൾ ആണ് നാം ശ്രവിച്ചത്. സ്നേഹമുള്ളവരെ, ദൈവകൽപ്പനകൾ സസൂക്ഷ്മം പാലിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുന്ന വഴികളാണ് തമ്പുരാൻ നമ്മളോട് ഇന്ന് സംസാരിച്ചത്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു വചനമെങ്കിലും ഹൃദയത്തിൽ തറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചനം നിയമാവർത്തനം 28:1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും.